ശ്രീ വേണു രാജാമണി, ഇവിടെ യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിൽ ഇപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഹമാസിനെ ഈ ഒരു മണിക്കൂറുകൾ കൊണ്ട് ഹമാസിനെ ഇല്ലാതാക്കും, തുടച്ചു നീക്കും എന്ന് പറഞ്ഞ് ഇസ്രയേൽ തുടങ്ങി വെച്ച ഒരു യുദ്ധമുണ്ട്. അതിപ്പോഴും പൂർത്തിയായിട്ടില്ല. 3-4 ദിവസം കൊണ്ട് യുക്രൈനെ ശരിയാക്കി കളയാം എന്ന് പറഞ്ഞ് റഷ്യ തുടങ്ങി വെച്ചൊരു യുദ്ധമുണ്ട്. അത് 2-3 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും തുടരുകയാണ്. ഇവിടെ ഇറാനും ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അവിടെ അമേരിക്ക ഇതുപോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ റഷ്യ ഒരു മധ്യസ്ഥ ശ്രമത്തിനുള്ള തയ്യാറാണെന്ന് അറിയിച്ചു, തുർക്കി തയ്യാറാണ്. പക്ഷേ ഇവരൊക്കെ ഇറാൻ പക്ഷപാതികളാണ് എന്നതുകൊണ്ട് തന്നെ അതൊന്നും ഇനി സംഭവിക്കാനും പോകുന്നില്ല. അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുന്നത് അമേരിക്ക മാത്രമാണ് എന്ന നില വന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അമേരിക്കയ്ക്ക് സമാധാനത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവരാൻ യഥാർത്ഥത്തിൽ അവർ താല്പര്യപ്പെടുന്നുണ്ടോ? അതല്ല ഇത് കുളം കലക്കി മീൻ പിടിക്കുന്ന ഒരു സംഭവമാക്കി അമേരിക്ക മാറ്റുമോ? ലോകം മുഴുവൻ കാഴ്ചക്കാരായി നിൽക്കേണ്ടി വരുമോ? ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒരു പങ്കുമില്ല, ഒന്നും ചെയ്യാനില്ല എന്ന നിലയിൽ കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടി വരുമോ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ നാശം കാണുന്നത് വരെ? അതാണോ സംഭവിക്കാൻ പോകുന്നത്? രാജാമണി സാർ മ്യൂട്ടിലാണ് കിടക്കുന്നത്, സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഫാക്ടർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തന്നെയാണ്, അമേരിക്ക തന്നെയാണ്. അമേരിക്ക നേരിട്ട് പങ്കു ചേർന്നിട്ടില്ല, എന്നാൽ പങ്കു ചേരാതെ ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ട്. ഈ യുദ്ധം എത്രത്തോളം നീണ്ടുപോകും, എവിടെ അവസാനിക്കും എന്നുള്ളത് തീരുമാനിക്കാൻ പോകുന്നത് അമേരിക്ക തന്നെയാണ്. ഇറാൻ വളരെ ദുർബലമാണ്. തിരിച്ചടിക്കും, ഞങ്ങൾ പകരം വീട്ടും എന്നെല്ലാം ഭീഷണി മുഴക്കുന്നുണ്ടെങ്കിലും ഇസ്രയേൽ എത്രത്തോളം ഇറാനെ വീക്കൻ ചെയ്യാൻ സാധിച്ചു, ഇറാനോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ച് ഹെസ്ബുള്ളയെയും ഹമാസിനെയും വീക്കൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതെല്ലാം ഈ കഴിഞ്ഞ 1-2 വർഷത്തിനുള്ളിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്ന് ഇതിൽ മേൽക്കൈ ഇസ്രയേലിന്റെ കയ്യിലാണ്. അമേരിക്ക ഇസ്രയേലിന് എല്ലാ പിന്തുണ നൽകുന്നിടത്തോളം കാലം ആ മേൽക്കൈ നിലനിൽക്കുകയും ഇസ്രയേലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിന്റെ സെക്യൂരിറ്റി ആർക്കിടെക്ചർ ഇസ്രയേലിന് അനുകൂലമായി മാറ്റി രചിക്കുക എന്നുള്ളതാണ്. അത് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ഈ യുദ്ധം, ഇറാനിനെതിരെയുള്ള യുദ്ധം. എന്നാൽ ചരിത്രത്തിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇറാൻ ജനതയെ അടിച്ചമർത്താൻ സാധിക്കില്ല. ഇറാനിൽ ഒരു റെജീം ചേഞ്ച് എളുപ്പത്തിൽ സാധ്യമാകില്ല. ഇറാനെ എത്ര ഈ ഒരു യുദ്ധത്തിലൂടെ വീക്കൻ ചെയ്താലും അവർ വീണ്ടും ഉയരും. അവര് ഏതെല്ലാം വിധത്തിൽ സാധിക്കുമോ അവര് പകരം വീട്ടാൻ സാധിക്കും. വളരെയധികം അൺജസ്റ്റ് ആയിട്ടുള്ള ഒരു യുദ്ധത്തിലൂടെ ഒരു രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചാൽ അവരുടെ മറുപടി എസിമെട്രിക്കൽ വാർഫെയർ ആയിരിക്കും, ടെററിസം ആയിരിക്കും, കൂടുതൽ കെയോസ് ആയിരിക്കും. അവർക്ക് എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ അതെല്ലാവരും ചെയ്യാൻ ശ്രമിക്കും. ലോകം കൂടുതൽ ഇൻസ്റ്റബിലിറ്റിയിലേക്ക് നീങ്ങുകയാണ്. അതാണ് സങ്കടകരമായ അവസ്ഥ. വേണു രാജാമണി സാർ, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറാൻ ഇറാഖ് യുദ്ധത്തിലും ഇറാഖിനൊപ്പമായിരുന്നു മുഴുവൻ സംവിധാനങ്ങളും, മുഴുവൻ രാഷ്ട്രങ്ങളുടെയും പിന്തുണ ഇറാഖിനായിരുന്നു. അവിടെയും താങ്കൾ പറഞ്ഞ പോലെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇറാനെ കീഴ്പ്പെടുത്തുക എന്നത് എളുപ്പമല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇപ്പോൾ ഈ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇപ്പോൾ ഹൂതികളാണെങ്കിലും ഹമാസ് ആണെങ്കിലും അതല്ലെങ്കിൽ ഹിസ്ബുള്ളി ആണെങ്കിലും അവരെയൊക്കെ പരാജയപ്പെടുത്തി എന്നൊരു ആത്മവിശ്വാസം കൊണ്ടുകൂടി ആയിരിക്കുമല്ലോ ഇറാനെതിരെ ഇപ്പോൾ ഈ ആക്രമണം ഇസ്രായേൽ ഇത്ര ശക്തമായി കൊണ്ടുപോകുന്നത്. അവരൊക്കെ ഇങ്ങനെ ഒരു നിർവീര്യാവസ്ഥയിൽ തന്നെ തുടരാനാണോ സാധ്യത? അതോ അവരിൽ നിന്നൊക്കെ ഇനി ഒരു പ്രത്യാക്രമണം ഇസ്രായേൽ പ്രതീക്ഷിക്കേണ്ടി വരുമോ? തീർച്ചയായും പ്രത്യാക്രമണം ഉണ്ടാകും, പക്ഷെ അത് ഉടനെ ഉണ്ടാകണമെന്നില്ല. അവർക്ക് റിക്കൂപ്പ് ചെയ്യാനും അവരുടെ ശക്തി വീണ്ടെടുക്കുവാനും സമയം വേണ്ടിവരും. ഇന്നും ഹിസ്ബുള്ള ഒരു ശക്തിയാണ്. ഇന്നും ഹമാസിനെ ഇത്രയും ഭീകരമായ ഒരു യുദ്ധം ഗാസയിൽ അഴിച്ചുവിട്ടിട്ടും ഹമാസിനെ ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല ഇസ്രായേലിന്. അതുകൊണ്ട് ഇതൊരു താൽക്കാലികമായ വിജയം മാത്രമായിരിക്കും ഇസ്രയേലിനും അമേരിക്കയും. നീണ്ട കാലത്തിൽ ലോകം കൂടുതൽ അനിശ്ചിതാവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. ആ അനിശ്ചിതാവസ്ഥ ലോകത്തെ എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വന്ന് ബാധിക്കും. അതിലേക്കാണ് ഈ യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുന്നത്.